നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ CRPCയുടെ അവസാനത്തെ ക്ലാസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ CRPCയിൽ ഇത്രയും ക്ലാസ്സുകൾ നിങ്ങൾ കണ്ട് ആ ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്തു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ CRPC എന്ത് ചെയ്യും, നമ്മൾ മൊത്തത്തിൽ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് CRPCയുടെ ഒരു മോഡൽ എക്സാം ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. അതിനു മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള PSC ക്ലാസ്സുകൾക്കും വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. അപ്പൊ നമ്മൾ ഇന്ന് CRPCയിലെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് ഇൻഫോർമേഷൻ ടു ദ പോലീസ് ആൻഡ് ദെയർ പവർ ടു ഇൻവെസ്റ്റിഗേറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ പോലീസിന് കൊടുക്കുന്ന വിവരങ്ങളും അത് അന്വേഷിക്കുന്നതിനുള്ള അവരുടെ അധികാരങ്ങളെയും കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ തന്നെ നമ്മൾ ആദ്യം നമ്മുടെ സിലബസ് അനുസരിച്ചിട്ട് നമുക്ക് ആദ്യം പഠിക്കാനായിട്ടുള്ളത് സെക്ഷൻ 154 എന്ന് പറഞ്ഞാൽ എന്താണ് CRPCയിലെ സെക്ഷൻ 154. കൊഗ്നിസിബിൾ കേസുകളിലെ വിവരം അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ഇൻ കൊഗ്നിസിബിൾ ഒഫൻസസ്. എന്താണ് കൊഗ്നിസിബിൾ കേസുകളിലെ വിവരത്തെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്ഷൻ 154 പഠിക്കുന്നത്. കൊഗ്നിസിബിൾ കേസുകളിലെ വിവരങ്ങളെ കുറിച്ചാണ്. ഏത് കേസുകളിലെയാണ്? കൊഗ്നിസിബിൾ കേസുകളിലെ വിവരങ്ങളെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന CRPCയുടെ സെക്ഷൻ ചോദിച്ചാൽ സെക്ഷൻ 154 ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കിയേക്കുക. എന്താണ് ഈ പറയുന്ന കൊഗ്നിസിബിൾ കേസുകളിലെ വിവരങ്ങൾ എന്ന് പറഞ്ഞാല്, ഒരു കൊഗ്നിസിബിൾ കുറ്റത്തെ പറ്റി ഒരു വ്യക്തി ഒരു പോലീസ് സ്റ്റേഷന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥന് വാക്കാൽ കൊടുക്കുന്ന ഏതൊരു വിവരവും എഴുതി തയ്യാറാക്കേണ്ടതാണെന്നാണ് പറയുന്നത്. നമ്മളിപ്പോ ഒരു പരാതി കൊടുക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു എന്നുണ്ടെങ്കിൽ അവരത് കേട്ട് കളയുക അല്ല ചെയ്യുന്നത്. എന്താണ്, ഒരു കൊഗ്നിസിബിൾ കാര്യത്തെ പറ്റിയാണ് ഒരു വ്യക്തി പോലീസ് സ്റ്റേഷന് ചാർജുള്ള ഒരു ഉദ്യോഗസ്ഥന് പരാതി കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ പ്രസ്തുത ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യണം, ഈ പറയുന്ന പരാതി അത് എഴുതി തയ്യാറാക്കേണ്ടതാണ് എന്നാണ് ഈ പറയുന്ന സെക്ഷൻ 154 പ്രതിപാദിക്കുന്നത്. മാത്രമല്ല ഇപ്രകാരം ലഭിക്കുന്ന വിവരം അത് നൽകിയ വ്യക്തിയെ വായിച്ച് കേൾപ്പിക്കേണ്ടത് കൂടിയാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണോ പുള്ളിക്കാരൻ എഴുതിയത് എന്നുള്ളതിനുള്ള ഒരു തെളിവായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് വായിച്ച് കൂടി കേൾപ്പിച്ചു തരണം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ എന്ത് ചെയ്യുന്നു, ഒരു കോഗ്നിസിബിൾ കേസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റേഷനിൽ ചെന്നിട്ട് പരാതി കൊടുക്കുന്നു. ആ സമയത്ത് ആ സ്റ്റേഷനിലെ റൈറ്റർ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പരാതി എഴുതിയെടുക്കുന്നു. കൂടാതെ ഈ പറയുന്ന എഴുതിയെടുത്ത പരാതി എന്ത് ചെയ്യുന്നു, നമുക്ക് എഴുതിയതിന് ശേഷം നമുക്ക് വായിച്ചു കൂടി തരും. കാരണം നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം തന്നെയാണോ അവരെന്ത് ചെയ്യുന്നത്, എഴുതിയത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നത് ഈ വായനയിലൂടെയാണ്. ഓക്കെ, അടുത്തതിനകത്ത് തന്നെ പറയുന്നത് പ്രസ്തുത പോലീസ് ഉദ്യോഗസ്ഥൻ അതിനെ അവിടുത്തെ റെക്കോർഡ് ബുക്കിൽ കൂടി എഴുതി ചേർക്കേണ്ടതാണ്. അപ്പൊ ഇത് എഴുതി ചേർക്കുന്നത് എവിടെയാണ്, ഈ പറയുന്ന സ്റ്റേഷനിലെ റെക്കോർഡ് ബുക്കിലാണ് ഈ പറയുന്ന പരാതി എന്ത് ചെയ്യുന്നത്, എഴുതി ചേർക്കുന്നത്. കൂടാതെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ആവശ്യമെങ്കിൽ കേസിന്റെ വിവരം റെക്കോർഡിക്കലാക്കേണ്ടത് കൂടിയാണ്, അല്ലെങ്കിൽ റെക്കോർഡ് ആക്കേണ്ടത് കൂടിയാണെന്ന് കൂടി പറയുന്നു. ചില നമ്മൾ ഈ പറയുന്ന എഴുതിയെടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, എന്നാൽ ചില സ്പെസിഫിക് കണ്ടീഷനുകളിൽ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന വിവരങ്ങൾ അവര് റെക്കോർഡ് കൂടി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാര്യം അത് കേസിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് ഈ പറയുന്ന വിവരങ്ങൾ ഒന്നിൽ അവർ എഴുതി വെക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, എഴുതുകയും ചെയ്യും. കൂടാതെ അത് റെക്കോർഡ് കൂടി ചെയ്യാനുള്ള കാര്യമുണ്ട്. അങ്ങനെയുള്ള വിവരത്തിന്റെ റെക്കോർഡിക്കൽ എന്ത് ചെയ്യാം, വീഡിയോയിൽ എടുക്കേണ്ടത് കൂടിയാണെന്നാണ് നമ്മുടെ ഈ പറയുന്ന സെക്ഷനകത്ത് പ്രതിപാദിക്കുന്നു. ഓക്കെ, അപ്പൊ 154 പറയുന്ന മറ്റൊന്നുമല്ല, നമ്മളൊരു സ്റ്റേഷനിൽ പരാതിയുമായിട്ട് ചെല്ലുമ്പോഴത്തേക്കും ആ പരാതി എന്ത് ചെയ്യണം, ആ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ കേട്ട് കളയേണ്ടത് മാത്രമല്ല അതെന്ത് ചെയ്യണം, അത് റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് റെക്കോർഡിക്കലി എഴുതി ചേർക്കണം. അത് നമ്മുടെ സ്റ്റേഷനിലെ റെക്കോർഡ് ബുക്കിൽ അത് തീർച്ചയായിട്ടും അത് പതിപ്പിച്ചിരിക്കണം. നമ്മുടെ പേരും അഡ്രസ്സും പരാതിയും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന റെക്കോർഡ് ബുക്കിൽ പതിപ്പിച്ചിരിക്കണം. കൂടാതെ ചില കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില കേസിന്റെ തീവ്രത അനുസരിച്ച് ഈ പറയുന്ന വിവരങ്ങൾ അവർക്ക് എന്ത് ചെയ്യാം, ഡിജിറ്റൽ മാർഗേന എന്ത് ചെയ്യാം, അവർക്ക് വീഡിയോ റെക്കോർഡിങ്ങോ അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡിങ്ങോ വഴി റെക്കോർഡ് കൂടി ചെയ്യേണ്ടതാണെന്നാണ് നമ്മുടെ സെക്ഷൻ 154 പറയുന്നത്. ഓക്കെ അല്ലേ, സിമ്പിൾ അല്ലേ? അപ്പൊ കൊഗ്നിസിബിൾ കേസുകളിലെ വിവരത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ വിവരം എങ്ങനെയാണ് പറയുന്നത്, വിവരം പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് സെക്ഷൻ 154 പറയുന്നത്. 154 ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ
വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം വളരെ പ്രധാനപ്പെട്ടതാണ്. കാര്യം നിങ്ങളുടെ കമന്റ്സ് കാണുമ്പോഴേ എനിക്ക് വീണ്ടും ക്ലാസ്സുകൾ ചെയ്യാനുള്ള ഒരു പ്രേരണ, ഒരു എൻകറേജ്മെന്റ് എനിക്ക് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്താൻ കൂടി മറക്കരുത്. അപ്പോ സെക്ഷൻ 154 പ്രതിപാദിക്കുന്ന എന്താണ്, കോഗ്നിസിബിൾ കേസുകളിലെ വിവരങ്ങളാണെന്ന് മനസ്സിലാക്കിയേക്കുക. അപ്പൊ നമുക്ക് ഇനി പഠിക്കാനുള്ളത് സെക്ഷൻ 155 എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പൊ നമുക്ക് 55ലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനലിൽ നിലവില് സിവിൽ പോലീസ് ഓഫീസറിൻ്റെതും അതുപോലെ തന്നെ നമ്മുടെ വിമൻ സിവിൽ പോലീസ് ഓഫീസറും WCPയുടെയും ക്ലാസ്സുകൾ എടുത്തു വരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പൊ ഈ പറയുന്ന WCPയുടെയും CPയുടെയും ക്ലാസ്സുകൾ നമ്മളൊരു കോഴ്സ് രൂപത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന് നിങ്ങൾക്ക് 20ന് 20 മാർക്കും വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്രദമാവും. അപ്പൊ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പേയ്മെന്റ് എന്ന് പറയുന്നത് 500 രൂപയാണ്. ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും. കാരണം ഇനി എക്സാമിന് എല്ലാം കൂടി ഒരു 60 ദിവസം മാത്രമേ നമ്മുടെ മുന്നിലേക്ക് ഉള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാത്തവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പൊ പേയ്മെന്റ് എന്ന് പറയുന്നത് 500 രൂപയാണ്. പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, 9961169272. ഈ നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിലേക്ക് അയച്ചു തരിക. ഈ നമ്പറിലേക്ക് വിളിക്കേണ്ട ആവശ്യമില്ല, കോൾ എനേബിൾഡ് നമ്പർ അല്ല. അപ്പൊ ഈ നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കാൻ നേരത്തെ നിങ്ങൾ അതേ ദിവസം തന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുക്കുന്ന എല്ലാ CPO ക്ലാസിന്റെയും PDF മെറ്റീരിയൽസും മോഡൽ എക്സാംസും മോക്ക് ടെസ്റ്റുകളും ഒക്കെ കിട്ടുക ഈ പറയുന്ന ഗ്രൂപ്പിനകത്തായിരിക്കും. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക, ഇതുവരെ ജോയിൻ ചെയ്യാത്ത എല്ലാവരും ഇന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 155 ആണ്. അപ്പൊ 154 എന്താണ് പറഞ്ഞത്, കോഗ്നിസിബിൾ കേസുകളിലെ വിവരത്തെ കുറിച്ചാണ് നമ്മൾ 154 പറഞ്ഞത്. 155 പ്രതിപാദിക്കുന്നത് കോഗ്നിസിബിൾ അല്ലാത്ത കേസുകളിൽ കൊടുക്കുന്ന വിവരവും അങ്ങനെയുള്ള കേസുകളുടെ അന്വേഷണവുമാണ്. എന്താണ് കോഗ്നിസിബിൾ അല്ലാത്ത എന്ന് പറയുമ്പോൾ നോൺ കോഗ്നിസിബിൾ ആയിട്ടുള്ള കേസുകളുടെ ഇൻവെസ്റ്റിഗേഷനും അങ്ങനെയുള്ള കേസുകളെയും കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, സെക്ഷൻ 155 പ്രതിപാദിക്കുന്നത്. CRPC ആണ്, CRPCയിൽ 155 പ്രതിപാദിക്കുന്നത്. അപ്പൊ എന്താണ് ഇതിനകത്ത് പറയുന്നത് നമുക്ക് നോക്കാം. ഒരു നോൺ കോഗ്നിസിബിൾ കുറ്റത്തെ പറ്റി ഒരു വ്യക്തി അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ചാർജുള്ള ഉദ്യോഗസ്ഥന് വിവരം നൽകുമ്പോൾ ആ വിവരം എന്ത് ചെയ്യണം, ഉദ്യോഗസ്ഥൻ അവിടുത്തെ റെക്കോർഡ് ബുക്കിൽ ചേർക്കേണ്ടതാണ്. കോഗ്നിസിബിൾ ആയാലും നോൺ കോഗ്നിസിബിൾ ആയാലും എന്ത് ചെയ്തിരിക്കണം, അത് അവിടുത്തെ റെക്കോർഡ് ബുക്കിൽ ചേർക്കണമെന്നാണ് 155 പറയുന്നത്. കൂടാതെ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് കൂടാതെ ഇത്തരം കേസുകൾ അന്വേഷിക്കാൻ പാടില്ല. അപ്പൊ കോഗ്നിസിബിൾ അല്ലാത്ത എന്ന് പറയുമ്പോൾ നോൺ കോഗ്നിസിബിൾ കേസുകളാണ് എന്നുണ്ടെങ്കിൽ അവിടെ ആരുടെ ഉത്തരവ് വേണം, മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് കൂടാതെ ഇത്തരം കേസുകൾ അന്വേഷിക്കാൻ പാടില്ല എന്നാണ് സെക്ഷൻ 155 പ്രതിപാദിക്കുന്നത്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. അപ്പോൾ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ പഠിക്കുക. റിപ്പീറ്റ് ആയിട്ട് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് ആ നോട്ടുകൾ കൂടി നിങ്ങൾ വായിച്ചു പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവത്തുള്ളൂ. അപ്പൊ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ മനസ്സിലാക്കി പോവുക. അപ്പൊ എന്താണ് പറഞ്ഞത്, നോൺ കോഗ്നിസിബിൾ ആയാലും കോഗ്നിസിബിൾ ആയാലും എന്ത് ചെയ്തിരിക്കണം, സ്റ്റേഷനിലെ റെക്കോർഡ് ബുക്കിൽ അത് രേഖപ്പെടുത്തിയിരിക്കണം. പിന്നെ പറഞ്ഞ എന്താണ്, മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ ഇത്തരം കേസുകൾ അന്വേഷിക്കാനായി പാടില്ല എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, 155 പ്രതിപാദിക്കുന്നുണ്ട്. കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥന് അന്വേഷണ ഉത്തരവ് ലഭിച്ചാൽ കോഗ്നിസിബിൾ കേസിൽ പ്രയോഗിക്കുന്ന അധികാരങ്ങൾ അല്ലെങ്കിൽ വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴികെ ഉപയോഗിക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാല് പോലീസ് ഉദ്യോഗസ്ഥന് അന്വേഷണ ഉത്തരവും മജിസ്ട്രേറ്റിൽ നിന്ന് ലഭിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കോഗ്നിസിബിൾ കേസുകളിൽ ഉപയോഗിക്കുന്ന വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാമെന്ന് പറയുന്ന പ്രൊവിഷൻ ഒക്കെ അവിടെ ഉപയോഗിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ചുരുക്കം പറഞ്ഞാല് 155 അനുസരിച്ചുകൊണ്ട് നോൺ കോഗ്നിസിബിൾ കേസുകളിൽ കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ വാറണ്ട് ഇല്ലാതെയോ വാറണ്ടോട് കൂടിയോ അറസ്റ്റ് രേഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ആരാണ് അവിടുത്തെ ഹീറോ, മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് കൂടാതെ ഇത്തരം കേസുകൾ അന്വേഷിക്കാനോ അതിന്റെ ഫെർദർ പ്രൊസീഡിങ്സ് നടത്താനോ പാടില്ല എന്നാണ് എന്ത് ചെയ്യുന്നത്, സെക്ഷൻ 155 പ്രതിപാദിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ 155 എന്താണ് പറയുന്നത്, കോഗ്നിസിബിൾ അല്ലാത്ത അല്ലെങ്കിൽ നോൺ കോഗ്നിസിബിൾ കേസുകളുടെ ഇൻവെസ്റ്റിഗേഷനും ആ കേസുകളെയും കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, സെക്ഷൻ 155 പ്രതിപാദിക്കുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ 155 ക്ലിയർ ആണ്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് 156 ആണ്. അപ്പൊ നമ്മൾ 154 എന്താണ് പറയുന്നത്, കോഗ്നിസിബിൾ കേസുകൾ അല്ലെ, കോഗ്നിസിബിൾ കേസുകളുടെ അന്വേഷണത്തെ കുറിച്ചാണ് അതിന്റെ വിവരത്തെ കുറിച്ച് 155 പറഞ്ഞു. 156 പറഞ്ഞു, 154 പറഞ്ഞു. 155 നമ്മൾ എന്താണ് പറഞ്ഞത്, നോൺ കോഗ്നിസിബിൾ കേസുകളിൽ അല്ലെ, നോൺ കോഗ്നിസിബിൾ കേസുകളിൽ കൊടുക്കുന്ന വിവരങ്ങളും അങ്ങനെയുള്ള കേസുകളുടെ അന്വേഷണവും എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ 155 പറഞ്ഞു. 156 നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കോഗ്നിസിബിൾ കേസുകളിൽ അന്വേഷണം നടത്താൻ പോലീസ് ഉദ്യോഗസ്ഥനുള്ള അധികാരം. അപ്പൊ നമ്മൾ
ആറിലാണ് കേട്ടോ. 154 നമ്മൾ എന്താണ് പറഞ്ഞത്? കോഗ്നിസിബിൾ കേസുകളുടെ വിവരങ്ങളെ കുറിച്ച് നമ്മൾ 154 പറഞ്ഞു. 156 നമ്മൾ എന്ത് പറയുന്നു? കോഗ്നിസിബിൾ കേസുകളിൽ അന്വേഷണം നടത്താനുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ അധികാരം. കോഗ്നിസിബിൾ കേസുകളിൽ അന്വേഷണം നടത്താനുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ അധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 156 ഓക്കെ ആണേ. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം എന്താണ് പോലീസ് ഓഫീസേഴ്സ് പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് ഇൻ കോഗ്നിസിബിൾ കേസസ് എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ 156 CRPCയിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു പോലീസ് സ്റ്റേഷന്റെ ചാർജുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന് പരിധിക്കുള്ളിൽ, തന്റെ സ്റ്റേഷൻ പരിധിക്കുള്ളിൽ നടക്കുന്ന ഏതൊരു കോഗ്നിസിബിൾ കേസും മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് കൂടാതെ അന്വേഷണം നടത്താവുന്നതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കോഗ്നിസിബിൾ കേസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അന്വേഷണം നടത്താനായിട്ട് കഴിയും. പക്ഷേ ഈ പറയുന്ന കേസ് ഒരു നോൺ കോഗ്നിസിബിൾ കേസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ മജിസ്ട്രേറ്റിന്റെ എന്ത് വേണം? ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ അവിടെ അന്വേഷണം നടത്താനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോ 156 പറയുന്നത് എന്താണ്? 156 പറയുന്നത് ഒരു പോലീസ് സ്റ്റേഷന്റെ ചാർജുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ CIക്കോ SIക്കോ ഒരു കേസ് അല്ലെങ്കിൽ ഒരു കോഗ്നിസിബിൾ കേസ് നടത്തണമെന്നുണ്ടെങ്കിൽ, അതിന്റെ അന്വേഷണം അല്ലെങ്കിൽ അതിന്റെ ഫർദർ പ്രൊസീഡിങ്സ് നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെ മജിസ്ട്രേറ്റിന്റെ അന്വേഷണം നമുക്ക് ആവശ്യമില്ല. മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് കൂടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന കോഗ്നിസിബിൾ കേസുകളിൽ നമുക്ക് അന്വേഷണം നടത്താനുള്ള അധികാരമുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെയുള്ള കേസിലെ യാതൊരു നടപടിയും ഒരു ഘട്ടത്തിലും ചോദ്യം ചെയ്യപ്പെടാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കേസുകൾ അല്ലെങ്കിൽ ഒരു കോഗ്നിസിബിൾ കേസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ അന്വേഷണം നടത്താനുള്ള അധികാരം ആരിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്? അവിടുത്തെ പോലീസ് സ്റ്റേഷന്റെ അധികാരിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിൽ അന്വേഷണം നടത്തുമ്പോഴത്തേക്കും അതിൽ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ അയാളെ ചോദ്യം ചെയ്യാനായി പാടില്ല. എന്ന് വെച്ചാല് അവിടെ ഈ പറയുന്ന സ്റ്റേഷൻ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ സ്റ്റേഷനിൽ അധികാരമുള്ള ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന്റെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാം? അന്വേഷണം നടത്താവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന അന്വേഷണത്തിൽ ഒരിക്കലും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞാൽ അവിടെ മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാർക്കോ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള അധികാരമില്ല. കാരണം എന്താണ്? അവിടെ പരാതി ലഭിച്ചിട്ടുണ്ട്, അതൊരു കോഗ്നിസിബിൾ കേസാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? അവിടെ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന് അന്വേഷണം നടത്താനുള്ള അധികാരം ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ 190 വകുപ്പിന്റെ കീഴിൽ വരുന്ന ഏതൊരു മജിസ്ട്രേറ്റിനും ഇത്തരം അന്വേഷണം നടത്തുവാൻ ഉത്തരവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അന്വേഷണം നടത്താനുള്ള ഉത്തരവ് ആർക്ക് കൊടുക്കാം? അവിടുത്തെ മജിസ്ട്രേറ്റിന് കൊടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പൊ എന്തായാലും അവിടെ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് ഇല്ല എങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? അതൊരു കോഗ്നിസിബിൾ കേസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ആർക്ക് ഈ പറയുന്ന അന്വേഷണം നടത്താം? പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ സ്റ്റേഷൻ അധികാരമുള്ള പോലീസ് ഉദ്യോഗസ്ഥന് അന്വേഷണം നടത്താവുന്നതാണെന്നാണ് സെക്ഷൻ 156 പറയുന്നത്. ഓക്കെ. അപ്പൊ 154 നമ്മൾ എന്ത് പറഞ്ഞു? കോഗ്നിസിബിൾ കേസുകളിൽ കൊടുക്കുന്ന വിവരത്തെ കുറിച്ച് നമ്മൾ 154 പറഞ്ഞു. 155 നമ്മൾ എന്താണ് പറഞ്ഞത്? കോഗ്നിസിബിൾ അല്ലാത്ത കേസുകളിൽ കൊടുക്കുന്ന വിവരവും അങ്ങനെയുള്ള കേസുകളുടെ അന്വേഷണത്തെ കുറിച്ച് 155 പറഞ്ഞു. 156 നമ്മൾ എന്താണ് പറയുന്നത്? കോഗ്നിസിബിൾ കേസുകൾ അന്വേഷണം നടത്താൻ പോലീസ് ഉദ്യോഗസ്ഥനുള്ള അധികാരം, കോഗ്നിസിബിൾ കേസുകളിലാണ് അന്വേഷണം നടത്താനുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ അധികാരത്തെ കുറിച്ച് 156 നമ്മൾ പ്രതിപാദിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ ആണേ. അടുത്ത 157 എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അന്വേഷണം നടത്താനുള്ള നടപടിക്രമം വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. CRPCയിൽ പ്രൊസീജിയർ ഫോർ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ അന്വേഷണം നടത്താനുള്ള നടപടിക്രമത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന CRPCയിലെ സെക്ഷൻ ചോദിച്ചാൽ അത് CRPCയിലെ സെക്ഷൻ 157 ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഇപ്പൊ തന്നെ മനസ്സിലൊന്ന് ഫീഡ് ചെയ്തേക്കുക. ഓക്കെ. അപ്പോ എന്താണ് 157 എന്ന് പറഞ്ഞാൽ? ഒരു പോലീസ് സ്റ്റേഷന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥന് കിട്ടിയ വിവരങ്ങളിൽ നിന്നോ മറ്റേതെങ്കിലും വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 156 വകുപ്പിന്റെ കീഴിൽ വരുന്ന ഒരു കുറ്റം ചെയ്യുന്നതായിട്ട് സംശയിക്കാൻ കാരണമുണ്ടാകുമ്പോഴാണ് ഒരു കോഗ്നിസിബിൾ കേസിന്റെ അന്വേഷണം ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു കോഗ്നിസിബിൾ കേസിന്റെ അന്വേഷണം ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന് ഒരാളെ സംശയിക്കാൻ അല്ലെങ്കിൽ അതൊരു കുറ്റകൃത്യമാണ് എന്നതോ അല്ലെങ്കിൽ ആ ഒരു കുറ്റകൃത്യം നടക്കാൻ ചാൻസ് ഉള്ള മേഖല ഇതാണെന്നോ അല്ലെങ്കിൽ ആ കുറ്റകൃത്യം നടക്കാനുള്ള എന്തെങ്കിലും ഒരു ഹിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ അന്വേഷണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവിടെ കഴിയുമെന്നാണ് 157 പ്രതിപാദിക്കുന്നത്. കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥൻ നിയമ നടപടികൾക്കായിട്ട് ഉടനെ തന്നെ FIRന്റെ റിപ്പോർട്ട് മജിസ്ട്രേറ്റിന് അയച്ചു കൊടുക്കേണ്ടതാണ്. FIRന്റെ ഫുൾ ഫോം എന്താണ്? PSC പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്നാണ് FIRന്റെ ഫുൾ ഫോം.
എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഒരു അന്വേഷണം ആരംഭിക്കുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യുക? നിയമ നടപടികൾക്കായിട്ട് ഉടനെ തന്നെ എന്ത് ചെയ്യണം? FIRന്റെ ഒരു റിപ്പോർട്ട് അധികാരപ്പെട്ട മജിസ്ട്രേറ്റിന് അയച്ചു കൊടുക്കേണ്ടതാണെന്നാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. കൂടാതെ കുറ്റക്കാരനെ കണ്ടുപിടിക്കുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനുമായിട്ടുള്ള നടപടികൾ എടുക്കുന്നതിന് മുൻപായിട്ട് ഉദ്യോഗസ്ഥൻ നേരിട്ട് സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ തന്റെ കീഴുദ്യോഗസ്ഥനെ നിയോഗിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഈ പറയുന്ന കുറ്റക്കാരനെ, ഈ പറയുന്ന കൾപ്രിറ്റിനെ കണ്ടുപിടിക്കുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനും മുന്നായിട്ട് എന്ത് ചെയ്യണം? ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആ പറയുന്ന സ്ഥലത്ത് നേരിട്ട് ഹാജരാകുകയോ തന്റെ കീഴുദ്യോഗസ്ഥന്മാരെ ആ പറയുന്ന സ്ഥലത്ത് വിട്ട് അന്വേഷിപ്പിക്കുകയോ ചെയ്യണമെന്നാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന പ്രൊസീജിയറിനകത്ത് പറയുന്നത്. കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന വിവരങ്ങൾ ഗൗരവമില്ലാത്തപ്പോഴോ അന്വേഷണത്തിൽ പ്രവേശിക്കുന്നതിന് മതിയായ അടിസ്ഥാനമില്ലാത്തപ്പോഴോ അദ്ദേഹം കേസ് അന്വേഷിക്കേണ്ടതായിട്ട് ഇല്ല. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കേസ് വരുന്നുണ്ട്, ഈ പറയുന്ന കേസ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് ഒരു ഫേക്ക് കേസാണ്, അല്ലെങ്കിൽ അതിനകത്ത് ആവശ്യമായ തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, അതൊരു റോങ് ഇൻഫർമേഷൻ ആണ് എന്നുള്ള ബോധം നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല, ആ കേസിനെ കുറിച്ച് അന്വേഷിക്കേണ്ട ഒരു ആവശ്യവും നമുക്കില്ല എന്നാണ് ഈ പറയുന്ന സെക്ഷനകത്ത് പറയുന്നത്. കാരണം ആ ഉദ്യോഗസ്ഥൻ താൻ കേസ് അന്വേഷണം നടത്താനുള്ള കാരണം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തേണ്ടതും കേസിന്റെ വിവരം നൽകിയ ആളെ അറിയിക്കേണ്ടതുമാണെന്ന് വെച്ചാൽ ഞാനിപ്പോ കേസ് കൊടുക്കുന്നു, അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറയുന്ന വിവരം എന്ത് ചെയ്യണം? ആ പറയുന്ന കേസ് ഡയറിക്കകത്ത് റിപ്പോർട്ട് ചെയ്യണം. കൂടാതെ അന്വേഷണം ആരംഭിക്കുമ്പോഴത്തേക്കും അത് എന്നെ കൂടി അറിയിക്കേണ്ടതാണെന്നാണ് ഇതിനകത്ത് പ്രതിപാദിക്കുന്നത്. അപ്പോൾ കേസിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന അന്വേഷണത്തിനുള്ള നടപടിക്രമത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ചോദിച്ചാൽ അത് CRPCയിലെ സെക്ഷൻ 157 ആണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയേക്കുക. കൂടാതെ അന്വേഷണത്തിന്റെ പ്രൊസീജിയർ എന്താണെന്നാണ് പറയുന്നത്? ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥന് കിട്ടിയ വിവരങ്ങളിൽ നിന്നും നമുക്കൊരു കുറ്റകൃത്യം നടന്നതായിട്ടുള്ള വിവരം നമുക്ക് കിട്ടുന്നു. ആ വിവരം കറക്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? സംശയിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നമുക്ക് കേസ് എടുത്തു തുടങ്ങാം. കൂടാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ആ ഒരു കേസിനെ കുറിച്ചുള്ള ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു FIR തയ്യാറാക്കുന്നു. ഈ പറയുന്ന FIR നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കൺസേൺഡ് ആയിട്ടുള്ള മജിസ്ട്രേറ്റിന് നമ്മൾ ഹാജരാക്കുന്നു. കൂടാതെ കുറ്റക്കാരനെ കണ്ടുപിടിക്കുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ പറയുന്ന സ്ഥലം നമ്മൾ സന്ദർശിക്കണം. ഒന്നിലും നമ്മൾ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ ആ സ്റ്റേഷന്റെ അധികാരമുള്ള SIO CIO സന്ദർശിക്കുക. ഓറൽസ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആ പറയുന്ന അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥന്മാരെ, കോൺസ്റ്റബിൾമാരെ വിട്ട് അന്വേഷിപ്പിക്കുകയെങ്കിലും ചെയ്യണം. കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥനെ ലഭിക്കുന്ന വിവരങ്ങൾ ഗൗരവമില്ലാത്തതോ അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് അന്വേഷണത്തിന് മതിയായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട? കേസിനെ കുറിച്ച് അന്വേഷിക്കേണ്ട ഒരു ആവശ്യമില്ലെന്നാണ് പറയുന്നത്. കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥൻ താൻ ആ പറയുന്ന കേസ് നടത്തുന്നതിനുള്ള കാരണം എന്ത് ചെയ്യണം? നമ്മൾ ആ പറയുന്ന കേസ് പ്രൊസീജിയർ ചെയ്യുന്നതിനുള്ള കാരണം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തേണ്ടതും ആ കേസിന്റെ വിവരങ്ങൾ നമുക്ക് നൽകിയ ആളെ അല്ലെങ്കിൽ ഈ പറയുന്ന പരാതി നൽകിയ വ്യക്തിയെ നമ്മൾ അറിയിക്കേണ്ടതാണെന്നാണ് സെക്ഷൻ 157 പ്രതിപാദിക്കുന്ന എന്നുള്ള കാര്യം മനസ്സിലാക്കിയേക്കുക. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയുന്നു. ഇന്ന് ആദ്യം പറഞ്ഞത് സെക്ഷൻ 154 നമ്മൾ എന്താണ് പറഞ്ഞത്? കൊഗ്നിസിബിൾ കേസുകളുടെ വിവരത്തെ കുറിച്ച് നമ്മൾ 154 പറഞ്ഞു. അതിനുശേഷം നമ്മൾ 155 കൊഗ്നിസിബിൾ അല്ലാത്ത കേസുകളിൽ നമ്മൾ കൊടുക്കുന്ന വിവരത്തെ കുറിച്ചും അങ്ങനെയുള്ള കേസുകളുടെ അന്വേഷണത്തെ കുറിച്ചും അല്ലെങ്കിൽ നോൺ കൊഗ്നിസിബിൾ കേസുകളിലെ ഇൻഫർമേഷനും അതിന്റെ അന്വേഷണത്തെ കുറിച്ച് 155 പറയുന്നു. 156 നമ്മൾ എന്താണ് പറയുന്നത്? കൊഗ്നിസിബിൾ കേസുകൾ അന്വേഷണം നടത്താനുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ അധികാരത്തെ കുറിച്ച് 156 പറയുന്നു. അടുത്ത നമ്മൾ പറഞ്ഞ 157 ആണ്. അന്വേഷണത്തിലുള്ള നടപടിക്രമം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്രൊസീജിയർ ഫോർ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചാണ് 157 പറയുന്നത്. ഇതിനകത്ത് പറയുന്ന ഇത്രയും പോയിന്റുകൾ ഉണ്ട്. ഒരിക്കലും സെക്ഷൻ ഏതെന്ന് പറഞ്ഞ് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. അതിനകത്തുള്ള പോയിന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാനാണ് സാധ്യത കൂടുതലും. അപ്പോൾ കഴിഞ്ഞ പോലീസ് ഡ്രൈവറിന്റെ എക്സാം നിങ്ങൾ നോക്കിയാലും അതിനകത്ത് ആ ഒരു രീതിയിലുള്ള എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ എന്തായാലും പറയുന്ന പോയിന്റുകൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഈ തരുന്ന നോട്ടുകൾ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കുക. അപ്പൊ നമുക്കിനി നോക്കാനുള്ള സെക്ഷൻ 160 എന്ന് പറഞ്ഞാൽ എന്താണ് CRPCയിലെ സെക്ഷൻ 160 എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സാക്ഷികൾ ഹാജരാകണമെന്ന് ആവശ്യപ്പെടാനുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ അധികാരം. എന്താണ്? സാക്ഷികൾ ഹാജരാകണം, വിറ്റ്നസ് എന്ത് ചെയ്യണം? ഹാജരാകണമെന്ന് ആവശ്യപ്പെടാനുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ അധികാരത്തെ കുറിച്ചാണ് CRPCയിലെ സെക്ഷൻ 160 പറയുന്നത്. എന്താണ്? സാക്ഷികൾ ഹാജരാകുക, വിറ്റ്നസ് പോലീസ് ഉദ്യോഗസ്ഥന്റെ മുൻപാകെ ഹാജരാകാനുള്ള CRPCയിലെ സെക്ഷനാണ് 160. കേസ് അന്വേഷണം നടത്തുന്ന ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ കേസിലെ വസ്തുതകൾ നേരിട്ടറിയുന്നതിന്
നേരിട്ട് അറിയുന്നതിനായിട്ട് ഏതെങ്കിലും തന്റെ ആള് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വ്യക്തിയെ സ്വന്തം സ്റ്റേഷനോ അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും സ്റ്റേഷന്റെ അതിർത്തിക്കുള്ളിലോ തന്റെ മുമ്പാകെ ഹാജരാകുന്നതിനുള്ള ഒരു ലിഖിത ഉത്തരവ് അല്ലെങ്കിൽ ഒരു റിട്ടേൺ ആയിട്ടുള്ളതോ പ്രിന്റഡ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു നോട്ടീസ് വഴി ആവശ്യപ്പെടാവുന്നതാണ്. അങ്ങനെയുള്ള ആൾ എന്ത് ചെയ്യണം? അപ്രകാരം ആവശ്യപ്പെടുന്നത് പോലെ ഹാജരാകേണ്ടതാണ്. എന്നാൽ ഒരു സ്ത്രീയോ 15 വയസ്സിന് താഴെയുള്ളത്, ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഒരു സ്ത്രീയോ 15 വയസ്സിന് താഴെയുള്ളതോ അല്ലെങ്കിൽ 65 വയസ്സിന് മുകളിലുള്ളതോ ആയിട്ടുള്ള പുരുഷനെയോ മാനസികമായോ ശാരീരികമായോ ദൗർബല്യമുള്ള ആളെയോ അവർ താമസിക്കുന്ന സ്ഥലത്തല്ലാതെ മറ്റേതെങ്കിലും സ്ഥലത്ത് ഹാജരാകണമെന്ന് ആവശ്യപ്പെടാൻ പാടില്ല. എന്താണ് പറയുന്ന പോയിന്റ്? ഒരു സ്ത്രീയോ 15 വയസ്സിന് താഴെയുള്ള കുട്ടിയോ അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് 65 വയസ്സിന് മുകളിലുള്ളതോ ആയിട്ടുള്ള പുരുഷന്മാരെയോ അല്ലെങ്കിൽ മാനസികമായിട്ടോ ശാരീരികമായോ ദൗർബല്യമുള്ള ആൾക്കാരെയോ അങ്ങനെയുള്ള സ്ഥലത്ത് പോയി കാണണം. ഒരിക്കലും അവരെ സ്റ്റേഷനിൽ വിളിക്കാനോ ഇന്ന സ്ഥലത്തിൽ വരണമെന്ന് പറയാനോ പാടില്ല. അപ്പോൾ വിറ്റ്നസിന്റെ കാര്യമാണ് പറയുന്നത്, അത് ശ്രദ്ധിക്കുക. സെക്ഷൻ 160 ആണെന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ പറഞ്ഞത് എന്താണ്? ഏതെങ്കിലും ഒരു കേസ് അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ നമുക്കിപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിക്കണമെന്നുണ്ടെങ്കിൽ അയാളെ വരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന സ്ഥലത്തോ അല്ലെങ്കിൽ എന്താണ് ആ സ്റ്റേഷൻ പരിധിക്കുള്ളിലോ സ്റ്റേഷനിലോ ഏതെങ്കിലും ഒരു സ്ഥലത്തോ വരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്കൊരു നോട്ടീസ് അല്ലെങ്കിൽ ഒരു റിട്ടേൺ ഡോക്യുമെന്റ് നമുക്ക് അയക്കാവുന്നതാണ്. ആ പറയുന്ന ആവശ്യപ്രകാരം എന്ത് ചെയ്യണം? പ്രസ്തുത വ്യക്തി വന്നിരിക്കണമെന്ന് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. കൂടാതെ അതൊരു ലേഡിയോ ഒരു 15 വയസ്സിന് താഴെയുള്ള കുട്ടിയോ അല്ലാന്നുണ്ടെങ്കിൽ 65 വയസ്സിന് മേലെയുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവരുള്ള സ്ഥലത്ത് പോയി കാണണം. ഒരിക്കലും അവരെ വിളിച്ചു വരുത്താനായി പാടില്ല. കൂടാതെ സ്റ്റേറ്റ് ഗവൺമെന്റ് ചട്ടങ്ങൾ വഴി സാക്ഷിയുടെ താമസ സ്ഥലത്തല്ലാതെ മറ്റേതെങ്കിലും സ്ഥലത്ത് ഹാജരാകാൻ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ സാക്ഷിയുടെ ചെലവുകൾ പോലീസ് ഉദ്യോഗസ്ഥൻ കൊടുക്കാൻ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇപ്പൊ എന്നെ എന്ത് ചെയ്യാണ്? സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. അപ്പൊ ഞാൻ ആക്ച്വലി പ്രതിയല്ല, ഞാൻ സാക്ഷിയാണ്. എന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുമ്പോഴത്തേക്കും എനിക്ക് എന്റെ വീട് ഇപ്പോൾ ഒരു 50 കിലോമീറ്റർ ബാക്കിലോട്ടാണെന്ന് വെക്കുക. അപ്പൊ അവിടെ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര രൂപയുണ്ട്? 500 രൂപയുടെ ചിലവ് എനിക്കുണ്ട്. അങ്ങനെയുള്ളപ്പോൾ എന്റെ 500 രൂപ ആര് തരണം? പോലീസ് ഉദ്യോഗസ്ഥൻ തരണമെന്നാണ് പറഞ്ഞത്. നോക്കിയിരുന്നോ? ഇപ്പൊ കിട്ടും അല്ലെ? അപ്പോ സ്റ്റേറ്റ് ഗവൺമെന്റ് ചട്ടങ്ങൾ വഴി സാക്ഷിയുടെ താമസ സ്ഥലത്തല്ലാതെ ഈ പറയുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യുന്നു? അധിക ചെലവ് വരുത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്രസ്തുത ചെലവ് ആര് വഹിക്കണം? പോലീസ് ഉദ്യോഗസ്ഥൻ കൊടുക്കാൻ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെന്നാണ് CRPCയിലെ സെക്ഷൻ 160 പ്രതിപാദിക്കുന്നതെന്ന് മനസ്സിലാക്കിയേക്കുക. അപ്പൊ 160 സിമ്പിൾ അല്ലേ? സാക്ഷികൾ ഹാജരാകണമെന്ന് അതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 160. മനസ്സിലായി? ഓക്കെ ആണ്, സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. സെക്ഷൻ 161. എന്താണ് CRPCയിലെ സെക്ഷൻ? CRPCയിലെ സെക്ഷൻ 161 പറയുന്നത് സാക്ഷികളെ പോലീസ് വിസ്തരിക്കുന്നത്. അപ്പോൾ സാക്ഷികളെ പോലീസ് വിളിച്ചു വരുത്തുന്നതിനെ കുറിച്ച് 160ലും അവരെ വിസ്തരിക്കുന്നതിനെ കുറിച്ച് സെക്ഷൻ 161ലുമാണ് പ്രതിപാദിക്കുന്നത്. അപ്പൊ എന്താണ് ഈ പറയുന്ന സാക്ഷികളുടെ വിസ്താരം എന്ന് പറഞ്ഞാല് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ഏതൊരു സാക്ഷിയെയും ചോദ്യം ചെയ്യുവാനുള്ള അവകാശമുണ്ട്. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ഏതൊരു സാക്ഷിയെയും ചോദ്യം ചെയ്യുവാനുള്ള അവകാശമുണ്ട്. ചോദ്യം ചെയ്യപ്പെടുന്ന സാക്ഷി കേസിനെ സംബന്ധിച്ച വിവരങ്ങൾ സത്യസന്ധമായി പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ചോദിക്കുമ്പോൾ കള്ളം പറയരുത്. ചോദ്യം ചെയ്യപ്പെടുന്ന സാക്ഷി എന്ത് ചെയ്യണം? ഈ പറയുന്ന കേസിന്റെ വിവരങ്ങൾ സത്യസന്ധമായി തന്നെ പോലീസ് ഉദ്യോഗസ്ഥന് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. കൂടാതെ സാക്ഷിമൊഴി രേഖപ്പെടുത്തുവാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് അവകാശമുണ്ട്. ഇപ്രകാരം ശേഖരിക്കുന്ന മൊഴി ഫസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ പ്രഥമ പുരുഷൻ സാക്ഷി എന്ന് തന്നെ പറയുന്നതായിട്ട് തോന്നക്ക രീതിയിൽ തന്നെ എഴുതപ്പെടേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ പറയുന്ന സാക്ഷിമൊഴി എന്ത് ചെയ്യേണ്ടതാണ്? പോലീസ് ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തണം. അതിപ്പോ ഞാനിപ്പോ നിങ്ങളടുത്ത് സംസാരിക്കുന്നില്ലേ, അതേ രീതി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള രീതി. ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ എന്ത് ചെയ്യുന്നു? റോഡിൽ കൂടി നടന്നു പോകാൻ നേരത്ത് എന്റെ ഫ്രണ്ടിൽ വെച്ച് രാമു എന്ത് ചെയ്യുന്നു? രാമനെ വെട്ടുന്നു എന്ന് പറയുന്നു. അപ്പൊ ഞാൻ പറയുന്ന രീതി ഉണ്ടല്ലോ എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ പറയുന്നതായിട്ടല്ലേ പറയുന്നത്. വെച്ചാൽ ഞാനിപ്പോ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് എന്താണ്? ഞാൻ രാവിലെ റോഡിൽ കൂടി നടക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഡേറ്റ അവരെ എഴുതിയെടുക്കണം എന്ന് വെച്ചാൽ അതാണ് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ പ്രഥമ പുരുഷൻ സാക്ഷി എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ തന്നെ എന്ത് ചെയ്യണം? ആ പറയുന്ന ഡേറ്റ എഴുതിയെടുക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ 161 പറയുന്നുള്ളൂ. 161 എന്താണ് പറയുന്നത്? സാക്ഷികളെ പോലീസ് വിസ്തരിക്കുന്നതിനെ കുറിച്ചാണ് 161 പറയുന്നത്. അപ്പോൾ സാക്ഷി വിസ്താരം എന്ന് പറയുമ്പോൾ എന്താണ് സംഭവം? അന്വേഷണ ഉദ്യോഗസ്ഥന് ഏതൊരു സാക്ഷി ഏതൊരു സ്റ്റേഷനിലും വിളിച്ചു വരുത്താനുള്ള അധികാരമുണ്ട്. അങ്ങനെ വിളിച്ചാൽ അവരെന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഈ പറയുന്ന സ്റ്റേഷനിൽ പോകണം. ചോദ്യം ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഉത്തരങ്ങൾ തന്നെ കൊടുക്കണം. അപ്പൊ ഈ പറയുന്ന മൊഴി എന്ത് ചെയ്യണം? രേഖപ്പെടുത്തണം. അത് ഫസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ പ്രഥമ പുരുഷൻ എന്ന് പറയുന്ന രീതിയിൽ തന്നെ, സാക്ഷി പറയുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്യുക? രേഖപ്പെടുത്താൻ പോലീസ് ഉദ്യോഗസ്ഥൻ ബാധ്യസ്ഥനാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് 161 ആണ്. 161 ശേഷം നമുക്ക് നോക്കാനുള്ളത് 164. എന്താണ് CRPCയിലെ 164? CRPC ഞാൻ CRPC എഴുതുന്ന വേറെ എന്തെങ്കിലും കൊണ്ടല്ല, അത് നിങ്ങൾക്ക് സെക്ഷൻ മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ CRPCയിലെ 164 പ്രതിപാദിക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ കുറ്റസമ്മതങ്ങളും സ്റ്റേറ്റ്മെന്റുകളും റെക്കോർഡാക്കുന്നതിനെ കുറിച്ചാണ്.
അപ്പൊ എന്താണ്, കുറ്റസമ്മതങ്ങളും കൺഫെഷൻസും സ്റ്റേറ്റ്മെന്റുകളും എന്ത് ചെയ്യണം, അത് റെക്കോർഡ് ചെയ്യണമെന്ന് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 164 കുറ്റസമ്മതങ്ങളും സ്റ്റേറ്റ്മെന്റുകളും റെക്കോർഡിക്കലാക്കുക അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നതിനെ കുറിച്ച് സെക്ഷൻ 164 പറയുന്നു. എന്താണത്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. കുറ്റസമ്മതവും മൊഴിയുടെയും മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുന്നത് സംബന്ധിച്ച് വിശദീകരിക്കുന്നതാണ് സെക്ഷൻ 164. എന്താണ്, കുറ്റസമ്മതവും മൊഴിയും മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചാണ് സെക്ഷൻ 164 പറയുന്നത്. ഒരു മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റോ ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ തത്സമയം പ്രാബല്യത്തിൽ ഇരിക്കുന്ന ഒരു കേസിനെ സംബന്ധിച്ച് ഒരാൾ കൊടുക്കുന്ന കുറ്റസമ്മതമോ മൊഴിയുടെയോ തന്റെ അധികാര പരിധിയിൽ ഉള്ളതോ അല്ലെങ്കിൽ അല്ലാത്തതോ ആണെങ്കിലും അയാൾക്ക് എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ മറ്റൊന്നുമല്ല, ഒരു മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിനോ ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ തന്റെ പരിധിയിലുള്ളതോ പരിധിയിലല്ലാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്ന ഒരു പ്രതി വന്ന് കുറ്റസമ്മതമോ സ്റ്റേറ്റ്മെന്റുകളോ നൽകുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മജിസ്ട്രേറ്റ് എന്ത് ചെയ്യണം, ആ പറയുന്ന ഡേറ്റാസ് അവർ റെക്കോർഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഈ രേഖ കേസിന്റെ തെളിവിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമ്മളെ മജിസ്ട്രേറ്റ് റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും അതെന്ത് ചെയ്യാം, കേസ് അന്വേഷണത്തിന് വേണ്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥന് കൈമാറിക്കൊണ്ട് അത് അദ്ദേഹത്തിന് ഒരു തെളിവായിട്ട് കണ്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഈ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ കോടതി മുമ്പാകെ ഹാജരാക്കുമ്പോൾ കുറ്റസമ്മതം റെക്കോർഡ് ചെയ്യുന്നതിന് മുൻപ് കുറ്റസമ്മതം ചെയ്യാൻ ഒരുക്കമല്ലെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കാനുള്ള അധികാരം കൊടുക്കാൻ പാടില്ല. വേറൊന്നുമല്ല, ഞാനിപ്പോ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നു, ആ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ പറയുകയാണ് ഞാൻ കുറ്റം സമ്മതിക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യാണ്, കോടതി മുമ്പാകെ ഹാജരാക്കുമ്പോൾ ഞാൻ കുറ്റം സമ്മതിക്കാൻ റെഡി അല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും അയാളെ കസ്റ്റഡിയിൽ വെക്കാനായിട്ട് പാടില്ല എന്നാണ് ഈ പറയുന്ന സെക്ഷനകത്ത് പറയുന്നത്. അടുത്തത് പറയുന്നത് എന്താണ്, കുറ്റസമ്മതം രേഖപ്പെടുത്തുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള ഒരു കുറ്റസമ്മതം നടത്തുന്നതിനായിട്ട് നിയമപരമായി അയാൾക്ക് ബാധ്യത ഇല്ലെന്നും ഈ കുറ്റസമ്മതം അയാൾക്കെതിരെ തെളിവായിട്ട് സ്വീകരിക്കപ്പെടാൻ ചാൻസ് ഉണ്ടെന്നും കുറ്റസമ്മതം നടത്താൻ തയ്യാറായ ആളെ മജിസ്ട്രേറ്റ് അറിയിക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഞാനിപ്പോ ഒരു കൊലപാതകം ചെയ്തു, അപ്പൊ എനിക്കറിയാം ഞാൻ ഈ പറയുന്ന കൊലപാതകത്തിന്റെ കുറ്റസമ്മതം ഞാൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ഞാൻ ചെയ്തതാണെന്ന് ഞാൻ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യും, ജീവപര്യന്തം തടവ് കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ കുറ്റസമ്മതം നടത്താൻ പോകുമ്പോഴത്തേക്കും മജിസ്ട്രേറ്റ് എൻ്റെ അടുത്ത് പറയാണ്, നീ കുറ്റസമ്മതം നടത്തുന്നതൊക്കെ കൊള്ളാം, ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, നിന്റെ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിനക്കെതിരെ കേസാവാനുള്ള ചാൻസ് ഉണ്ട്, നിനക്ക് ശിക്ഷ കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് കൃത്യമായി എന്ത് ചെയ്യണം, മജിസ്ട്രേറ്റ് ഈ പറയുന്ന പ്രസ്തുത വ്യക്തി എന്ത് ചെയ്യണം, പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണെന്ന് കൂടി പറയുന്നുണ്ട്. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് മജിസ്ട്രേറ്റ് മെമ്മോറാണ്ടം നൽകേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എന്താണ് ഈ പറയുന്ന റെക്കോർഡിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ ആരുടെ റെക്കോർഡിംഗ് ആണ് ഇത്, മജിസ്ട്രേറ്റിന്റെ റെക്കോർഡിംഗ് ആണ്. ആ കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ 164 പറയുന്നത് കുറ്റസമ്മതങ്ങളെ കുറിച്ചാണ്, കുറ്റസമ്മതങ്ങളെയും അതിന്റെ സ്റ്റേറ്റ്മെന്റുകളെയും കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു പ്രതി എന്ത് ചെയ്യുന്നു, കുറ്റസമ്മതത്തിന് വേണ്ടിയിട്ട് പോകുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ആ പ്രതി എന്ത് ചെയ്യണം, ഈ പറയുന്ന കുറ്റസമ്മതങ്ങളും കാര്യങ്ങളൊക്കെ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ എന്താണ്, മജിസ്ട്രേറ്റ് ഈ പറയുന്ന കുറ്റസമ്മതം രേഖപ്പെടുത്തുമ്പോഴത്തേക്കും നമ്മുടെ ഈ പറയുന്ന പ്രതിയോട് പറയണം, കാര്യം എന്താണ്, നീ കുറ്റസമ്മതം നടത്തുന്നത് നിനക്കെതിരെ കേസാവാനും നിനക്ക് ശിക്ഷ കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം എന്ത് ചെയ്യണം, ഈ പറയുന്ന പ്രതിയെ പറഞ്ഞ് മനസ്സിലാക്കണം. കൂടാതെ എന്ത് ചെയ്യണം, ഈ രേഖ അല്ലെങ്കിൽ ഈ പറയുന്ന തെളിവ് തനിക്കെതിരെ ഉപയോഗിക്കാനായിട്ട് കഴിയുമെന്ന് പറയണം. അപ്പോൾ ഈ പറയുന്ന മജിസ്ട്രേറ്റിന് കിട്ടുന്ന വിവരങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന് കൂടി കൈമാറണം അല്ലെ. കാര്യം എന്താണ്, അത് അവരുടെ ഫർദർ ആയിട്ടുള്ള അല്ലെങ്കിൽ വരുന്ന അന്വേഷണത്തിന് കൂടി സഹായിക്കുന്നതാണെന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റ് ഈ വിവരങ്ങൾ എന്ത് ചെയ്യും, പോലീസ് ഉദ്യോഗസ്ഥനോട് കൈമാറുകയുണ്ടാവും. കൂടാതെ എന്താണ്, മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മെമ്മോറാണ്ടമായിട്ട് തന്നെ എന്ത് ചെയ്യണം, പോലീസ് ഉദ്യോഗസ്ഥൻ റെക്കോർഡ് ചെയ്യേണ്ടതാണെന്ന് കൂടി ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സെക്ഷൻ 174 കുറിച്ചാണ്. 174 എന്താണ് പറയുന്നതെന്ന് അറിയാമോ, ആത്മഹത്യ മുതലായവ പോലീസ് അന്വേഷിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ സൂയിസൈഡിനെ കുറിച്ചാണ് കേട്ടോ, ഇതിവിടെയാണ് വരേണ്ടത്. അപ്പൊ ആത്മഹത്യ മുതലായ കാര്യങ്ങൾ എന്ത് ചെയ്യുക, പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുകയും അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് പറയുന്നത് സെക്ഷൻ 174 ഓക്കെ, അപ്പൊ CRPC-യിലെ സൂയിസൈഡിനെ കുറിച്ച് അല്ലെങ്കിൽ ആത്മഹത്യയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ചോദിച്ചാൽ അത് സെക്ഷൻ 174 എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയേക്കുക. ആത്മഹത്യ മുതലായവ പോലീസ് അന്വേഷിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രതിപാദിക്കുന്നതാണ് CRPC-യിലെ സെക്ഷൻ 174. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പറയുന്നത് എന്താണെന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആത്മഹത്യ യാദൃശ്ചികമായിട്ടുള്ള സംഭവത്താലോ സംശയാസ്പദമായിട്ടുള്ള കാരണത്താലോ മരണം സംഭവിച്ച കേസുകൾ മുതലായവ പോലീസ് അന്വേഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കണമെന്ന് അനുശാസിക്കുന്ന CRPC-യിലെ 174 മനസ്സിലാക്കിയേക്കുക. ഇപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ച് അറിവ് ലഭിച്ചാൽ പോലീസ് സ്റ്റേഷൻ ചാർജ് വഹിക്കുന്ന ഉദ്യോഗസ്ഥനോ സംസ്ഥാന സർക്കാർ പ്രത്യേകം അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനോ സംഭവത്തെക്കുറിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതാണ്. വിവാഹം കഴിഞ്ഞ് 7 വർഷം
വർഷത്തിലാണെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറുന്നു? സ്ത്രീധന മരണമായിട്ട് മാറുന്നു അല്ലെ. അതൊന്ന് ശ്രദ്ധിക്കുക. വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്ത കേസിലോ അല്ലെങ്കിൽ മരണകാരണത്തെക്കുറിച്ചോ ഏതെങ്കിലും സംശയം ഉള്ളപ്പോഴോ അടുത്തുള്ള സിവിൽ സർജനോ യോഗ്യതയുള്ള മറ്റു ഡോക്ടറോ പരിശോധന നടത്തേണ്ടതാണ്. കാരണം എന്താണ്? വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ അസ്വാഭാവികമായിട്ടുള്ള രീതിയിൽ മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും? സ്ത്രീധന മരണമായിട്ട് മാറും. അതുകൊണ്ട് ഈ പറയുന്ന മരണം അത് സ്ത്രീധന മരണമാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആരുടെ ഒരു കടമയാണ്? പോലീസ് ഉദ്യോഗസ്ഥന്റെ കടമയാണ്. അപ്പോൾ സെക്ഷൻ 174 പറയുന്നത് ആത്മഹത്യ മുതലായവ റിപ്പോർട്ട് ചെയ്യുകയും അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും ചെയ്യണമെന്ന് പറയുന്നത് 174-നകത്താണ്. അപ്പൊ അതിന്റെ കേസുകൾ മനസ്സിലായല്ലോ. അപ്പോൾ സ്ത്രീധന മരണം ആവണമെന്നുണ്ടെങ്കിൽ എന്താണ്? കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 7 വർഷത്തിനുള്ളിൽ സ്ത്രീ ഏതെങ്കിലും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയാണ് അല്ലെങ്കിൽ മരിക്കുകയാണ്, ആത്മഹത്യ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ത്രീധന മരണമായിട്ട് കണക്കാക്കും. ഓക്കെ ആണേ. അടുത്തിട്ട് നമുക്ക് നോക്കാനുള്ള സെക്ഷൻ 177 എന്ന് പറഞ്ഞാൽ എന്താണ് CRPCയിലെ സെക്ഷൻ 177? അന്വേഷണ വിചാരണയ്ക്കും വിചാരണയ്ക്കുള്ള സാധാരണ സ്ഥലത്തെ കുറിച്ചാണ്. വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. അന്വേഷണ വിചാരണയ്ക്കും വിചാരണയ്ക്കുമുള്ള സാധാരണ സ്ഥലത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 177. അന്വേഷണ വിചാരണയ്ക്കും വിചാരണയ്ക്കുമുള്ള സാധാരണ സ്ഥലത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 177 ആണ്. സാധാരണയായി ഏതൊരു കുറ്റവും ഏത് കോടതിയുടെ അധികാര പരിധിയിലാണോ അത് ചെയ്തിട്ടുള്ളത് ആ കോടതി അന്വേഷണ വിചാരണ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇപ്പോൾ തിരുവനന്തപുരത്ത് വെച്ചാണ് നിങ്ങളൊരു കുറ്റകൃത്യം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള വിചാരണ നടത്തേണ്ടത് തിരുവനന്തപുരം കോടതിയിലാണ്. അതാണ് പറയുന്നത്. സാധാരണയായി ഏതൊരു കുറ്റവും ഏത് കോടതിയുടെ അധികാര പരിധിയിൽ വെച്ചാണോ സംഭവിക്കുന്നത് ആ കോടതി തന്നെ എന്ത് ചെയ്യണം? അന്വേഷണ വിചാരണ ചെയ്യുകയും ചെയ്യേണ്ടതാണെന്നാണ് സെക്ഷൻ 177 പറയുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നത് എന്താണ്? അന്വേഷണ വിചാരണയ്ക്കുള്ള സാധാരണ സ്ഥലത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 177. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് CRPCയിലെ സെക്ഷൻ 178 എന്ന് നമുക്ക് നോക്കാം. അന്വേഷണ വിചാരണയ്ക്കോ വിചാരണയ്ക്കോ ഉള്ളതായിട്ടുള്ള സ്ഥലത്തെ കുറിച്ച്, അതാണ് ഞാൻ പറഞ്ഞത്. അന്വേഷണ വിചാരണയ്ക്കുള്ള സാധാരണ സ്ഥലമാണെങ്കിൽ അത് 177 ആണ്. അന്വേഷണത്തിനോ അന്വേഷണ വിചാരണയ്ക്കോ ആയിട്ടുള്ള സ്ഥലത്തെ കുറിച്ച് നോർമൽ പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്? 178 ആണ്. അപ്പോ സാധാരണ സ്ഥലമാണെന്നുണ്ടെങ്കിൽ 177, സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത് 178. ആ ഒരു ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കിയേക്കുക. അന്വേഷണ വിചാരണയ്ക്കോ ഉള്ളതായിട്ടുള്ള സാധാരണ സ്ഥലമാണെങ്കിൽ അത് 177 ആണ്. അന്വേഷണ വിചാരണയ്ക്കുള്ളതോ ആയിട്ടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത് 178 ആണ്. അപ്പൊ എന്താണ് ഇതിനകത്ത് പറയുന്നത്? കുറ്റം ചെയ്തിരിക്കുന്ന സ്ഥലം അവ്യക്തമായിരിക്കുകയോ ഒന്നിലധികം സ്ഥലത്തിൽ വെച്ച് നടത്തുന്നതായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണെന്നുണ്ടെങ്കിൽ തദ്ദേശ പ്രദേശങ്ങളിൽ ഏതെങ്കിലും അധികാര പരിധിയിലുള്ള കോടതിയിൽ അത് അന്വേഷണം വിചാരണ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പറയുന്നത് എന്താണ്? ഒരു കുറ്റകൃത്യം നടക്കുന്നത് തിരുവനന്തപുരം ബോർഡറിലും കൊല്ലത്തും വെച്ചാണെന്ന് മനസ്സിലാക്കുക. എന്നുവെച്ചാൽ തിരുവനന്തപുരത്തുമാണ് കൊല്ലത്തുമാണ്, തിരുവനന്തപുരത്ത് വെച്ച് കുറച്ച് നടക്കുന്നു, കൊല്ലത്ത് വെച്ച് ബാക്കി നടക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ പറയുന്ന കുറ്റകൃത്യത്തിന്റെ ബാക്കിയുള്ള അന്വേഷണവും അതിന്റെ ബാക്കിയുള്ള വിചാരണയൊക്കെ നമുക്ക് എവിടെ വെച്ച് നടത്താം? ഒന്നിൽ തിരുവനന്തപുരത്ത് വെച്ച് നടത്താം, അല്ലെങ്കിൽ കൊല്ലത്ത് വെച്ച് നടത്താം. ഓക്കെ, മനസ്സിലായില്ലേ? ഒന്നിൽ തിരുവനന്തപുരം കോടതിയിലോ കൊല്ലം കോടതിയിലോ എന്ത് ചെയ്യാം? ഈ പറയുന്ന കേസ് അന്വേഷണ വിചാരണ ചെയ്യാവുന്നതാണ്. അതാണ് ഈ പറയുന്ന സെക്ഷൻ 178 പറയുന്നത്. അപ്പൊ 177 പറയുന്നത് എന്താണ്? വിചാരണയ്ക്കുള്ള സ്ഥലത്തെ കുറിച്ചാണ് 177 പറയുന്നത്. അപ്പോൾ വിചാരണയ്ക്കുള്ള സാധാരണ സ്ഥലമാണ് 177 പറയുന്നത്. വിചാരണയ്ക്കുള്ള സ്ഥലമാണെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യുന്നു? 178 അത് പറയുന്നു. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ള 179 ആണ്. ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. കൃത്യം ചെയ്യുന്നതോ അനന്തരഫലം ഉണ്ടാകുന്നതോ ആയിട്ടുള്ള സ്ഥലത്ത് കുറ്റവിചാരണ ചെയ്യാമെന്നാണ് സെക്ഷൻ 179 പറയുന്നത്. അപ്പൊ എന്താണ് 179 പറയുന്നത്? എന്താണ്? കൃത്യം ചെയ്യുന്നതോ അനന്തരഫലം ഉണ്ടാകുന്നതോ ആയിട്ടുള്ള സ്ഥലത്ത് കുറ്റവിചാരണ ചെയ്യാം. ഒരു കൃത്യം ചെയ്യുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കുറ്റകൃത്യം നടത്തുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കൊല്ലത്തുമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ തിരുവനന്തപുരത്ത് നടക്കുന്നു, കൊല്ലത്ത് നടക്കുന്നു. അപ്പോ ഈ കൃത്യം ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഇതിന്റെ അനന്തരഫലം ഉണ്ടാകുന്നത് എവിടെയാണ്? കൊല്ലത്താണ്. അപ്പോ ഈ പറയുന്ന കേസിന്റെ അന്വേഷണ വിചാരണയോ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ എവിടെയോ മറിച്ച് നടത്താം? കൊല്ലത്തോ വെച്ച് നടത്താമെന്നാണ് എന്ത് ചെയ്യുന്നത്? സെക്ഷൻ 179 പറയുന്നത്. അപ്പോൾ കൃത്യം ചെയ്യുന്നതോ അനന്തരഫലം ഉണ്ടാകുന്നതോ ആയ സ്ഥലത്ത് എന്ത് ചെയ്യാം? കുറ്റവിചാരണ ചെയ്യാമെന്നാണ് 179 പറയുന്നത്. ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നുമില്ല, സിമ്പിൾ ആണ്. നമുക്ക് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും ആലോചിച്ച് കൂട്ടേണ്ടതായിട്ടില്ല. നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതിയാവും? മനസ്സിലായില്ല, ഹെഡിങ് മാത്രം പഠിച്ചാൽ മതി ഇതൊക്കെ. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ള 180 എന്ന് പറഞ്ഞാൽ എന്താണ് CRPCയിലെ 180 പറയുന്നത്? കൃത്യം ബന്ധം കാരണം കുറ്റമാകുന്നിടത്ത് വിചാരണയ്ക്കുള്ള സ്ഥലം. കേട്ടോ, അതുകൂടി ഒന്ന് മനസ്സിലാക്കുക. ഒരു കുറ്റകൃത്യം മറ്റു കുറ്റവുമായിട്ടുള്ള ബന്ധം കാരണം കുറ്റമാകുന്നിടത്ത് വിചാരണയ്ക്കുള്ള സ്ഥലം.
അപ്പോൾ ഇതിനകത്തുള്ള ഒന്ന് ഡെഫിനിഷൻ നമുക്ക് വായിക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാവും. ഒരു കുറ്റവുമായോ കുറ്റമാകാൻ സാധ്യതയുള്ളതായിട്ടുള്ള ഒരു പ്രവൃത്തിയുമായിട്ടുള്ള ബന്ധം കാരണം രണ്ടാമതൊരു പ്രവൃത്തി കുറ്റമായി തീരുമ്പോൾ ആദ്യത്തെ കുറ്റത്തിന്റെ വിചാരണ അത് നടന്ന സ്ഥലത്തിന്റെയോ രണ്ടാമത്തെ കുറ്റം നടന്ന സ്ഥലത്തിന്റെയോ അധികാരമുള്ള കോടതിക്ക് അന്വേഷണം നടത്താവുന്നതാണ്. പക്ഷെ വേറൊന്നുമില്ല, ഒരു ഇൻസിഡന്റ് ഇപ്പൊ സംഭവിക്കുകയാണ്, ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ഇപ്പൊ സംഭവിക്കുകയാണ്. ഈ ഒരു ഇൻസിഡന്റ് കാരണം വേറൊരു ഇൻസിഡന്റ് കുറ്റകൃത്യമായിട്ട് മാറുന്നു. ഒരു കുറ്റകൃത്യം കാരണം മറ്റൊരു കാര്യം എന്ത് ചെയ്യുന്നു, കുറ്റകൃത്യമായിട്ട് മാറുന്നു. അങ്ങനെയുള്ള ഒരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഈ പറയുന്ന ഫസ്റ്റ് നടന്നിട്ടുള്ള കുറ്റകൃത്യം ഉണ്ടല്ലോ, ആ ഒരു കുറ്റകൃത്യം നടന്ന സ്ഥലത്തെയോ അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത് കുറ്റമായിട്ട് മാറിയ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഈ പറയുന്ന സ്ഥലത്തോ എന്ത് ചെയ്യാം, നമുക്ക് പറയുന്ന കോടതിയുടെ വിചാരണ നമുക്ക് നടത്താവുന്നതാണെന്നാണ് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഒരു കുറ്റകൃത്യം നടക്കുന്നു, അതിന്റെ അനന്തരഫലം വേറെ സ്ഥലത്ത് നടക്കുന്നു. പക്ഷെ ഇവിടെ കേസ് എങ്ങനെയാണ് മാറുന്നത്, ആദ്യത്തെ ഒരു കുറ്റകൃത്യം നടക്കുന്നു, അപ്പൊ ഈ പറയുന്ന കുറ്റം കാരണം വേറൊരു ഇൻസിഡന്റ് ഓട്ടോമാറ്റിക്കായി കുറ്റകൃത്യമായിട്ട് മാറുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രണ്ട് സ്ഥലത്തിൽ എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, വിചാരണ നടത്താവുന്നതാണെന്നാണ് സെക്ഷൻ 180 പറയുന്നത്. കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, പക്ഷെ ഞാൻ ഈ പറയുന്ന നോട്ട് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് വ്യക്തമായിട്ടത് മനസ്സിലാവും. ഓക്കെ അല്ലേ? അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താണ്, സെക്ഷൻ 181 എന്ന് പറഞ്ഞാൽ എന്താണ് CRPCയിലെ 181? ചില കുറ്റങ്ങളുടെ വിചാരണയ്ക്കുള്ള സ്ഥലം. എന്താണ്? പ്ലേസ് ഓഫ് ട്രയൽ ഇൻ കേസ് ഓഫ് സർട്ടൺ ഒഫൻസസ്. എന്താണ്? ചില കുറ്റങ്ങളുടെ വിചാരണയ്ക്കുള്ള സ്ഥലം. എന്താണ് ഈ പറയുന്ന ചില കുറ്റങ്ങളുടെ വിചാരണയ്ക്കുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, എന്താണ് നമുക്ക് നോക്കാം. കവർച്ചക്കാരനോ അല്ലെങ്കിൽ കൊലപാതകം ചെയ്ത് ഒരു കവർച്ചക്കാരനോ ഒരു കവർച്ചയോ കൊലപാതകത്തോട് കൂടിയ കവർച്ചയോ സംഘത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതോ ആയിട്ടുള്ള വ്യക്തിയെ ഏത് പ്രദേശത്ത് വെച്ചാണോ പിടിക്കുന്നത് ആ പ്രദേശത്ത് അധികാരപരിധിയുള്ള കോടതികൾക്ക് വിചാരണ ചെയ്യാനായി അധികാരമുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. 181 പറയുന്ന ഓരോ ഇൻസിഡന്റും നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി പോവുക. കുറ്റവിചാരണയ്ക്കുള്ള സ്ഥലങ്ങളെ കുറിച്ചാണ്. സെർട്ടൺ ആയിട്ടുള്ള ചില കുറ്റവിചാരണയ്ക്കുള്ള സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ എല്ലാം ഇതിനകത്ത് വരത്തില്ല, ചില കേസുകളാണ്. അതിനകത്താണ് പറയുന്നത് എന്താണ്, ഒരു കവർച്ചക്കാരനോ കൊലപാതകം ചെയ്തതോ അല്ലെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് ചാടിപ്പോയതോ ആയിട്ടുള്ള ഒരു വ്യക്തി. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചാടിയിട്ട് പുള്ളിക്കാരനെ പിടിച്ചത് തൃശ്ശൂർ വെച്ചിട്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വ്യക്തിയെ തൃശ്ശൂർ വെച്ചോ തിരുവനന്തപുരത്ത് വെച്ചോ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എവിടെ വെച്ചാണോ പിടിക്കുന്നത്, അപ്പോൾ തൃശ്ശൂർ വെച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ തൃശ്ശൂർ കോടതിയിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ വിചാരണയ്ക്കുള്ള അധികാരമുണ്ടെന്നാണ് സെക്ഷൻ 181 പറയുന്നത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ, മനസ്സിലായല്ലോ. അത് രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ് പറയുന്നത്, ഒരു വ്യക്തിയെ തട്ടിക്കൊണ്ടു പോവുകയോ കടത്തുകയോ ചെയ്യുന്ന കുറ്റവാളി ആ വ്യക്തി എവിടേക്കാണോ അല്ലെങ്കിൽ എവിടെയാണോ തടഞ്ഞു വെക്കുന്നത് ആ പ്രദേശത്തിന്റെ അധികാരമുള്ള കോടതിക്ക് അന്വേഷണം വിചാരണ ചെയ്യാനുള്ള അധികാരമുണ്ട്. എന്ന് വെച്ചാല് ഇതും എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തിരുവനന്തപുരത്ത് തന്നെ പിടിക്കാം. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തിയെ തട്ടിക്കൊണ്ട് ആലപ്പുഴ പോകുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് തട്ടിക്കൊണ്ട് ആലപ്പുഴ പോവുകയാണ്. അപ്പൊ ഈ പറയുന്ന വ്യക്തിയെ നമുക്ക് ആലപ്പുഴ കോടതിയിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കാരണം ഈ വ്യക്തിയെ ഈ തട്ടിക്കൊണ്ട് പോയ വ്യക്തിയെയും അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയ ആളെ നമ്മൾ കണ്ടുപിടിക്കുന്ന ആലപ്പുഴ കോടതിയിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആലപ്പുഴയുടെ അധികാരപരിധിയുള്ള കോടതി ഏതാണോ ആ കോടതിയിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, വിചാരണ നടത്താനുള്ള അധികാരം ഉണ്ട്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ കണ്ടീഷൻ മനസ്സിലായല്ലോ. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ് പറയുന്നത്, മോഷണം, കൊള്ളയടി, കവർച്ച എന്നിവയിൽ ഏതെങ്കിലും ഒരു കുറ്റം കുറ്റവാളി ചെയ്തതായിട്ട് ആ സംഭവം നടന്ന പ്രദേശത്തിന്റെ അധികാരമുള്ള കോടതിയിൽ അന്വേഷണം നടത്താം. കാരണം മോഷണവും കൊള്ളയും അല്ലെങ്കിൽ കവർച്ചയൊക്കെ എവിടെ വെച്ചാണോ നടന്നത് ആ കൊള്ളയും കവർച്ചയൊക്കെ നടന്ന സ്ഥലത്തിന്റെ അധികാരപരിധിയുള്ള കോടതിയിൽ വെച്ച് ഈ പ്രസ്തുത വ്യക്തിയെ നമുക്ക് വിചാരണ നടത്താം. കുറ്റകരമായ ദുർവിനിയോഗം, ട്രസ്റ്റ് ലംഘനം എന്നിവ ചെയ്യുന്നത് ഏത് കോടതിയുടെ അധികാരപരിധിയിലാണോ അല്ലെങ്കിൽ കുറ്റകൃത്യത്തിന് വിഷയമായ വസ്തു കൈവശം വെച്ചിരിക്കുന്ന പ്രദേശം ഏത് കോടതിയിൽ അധികാരപരിധിയിലാണോ അങ്ങനെയുള്ള കേസുകൾ എന്ത് ചെയ്യാം, ആ പ്രസ്തുത പരിധിയിലുള്ള കോടതിയിൽ നമുക്ക് വിചാരണ നടത്താവുന്നതാണ്. സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് സെക്ഷൻ 181 പറയുന്നത്. ഈ പറയുന്ന ചില സർട്ടൺ കേസുകൾ നമുക്ക് വിചാരണ നടത്തുന്നത് പ്രസ്തുത കോടതിയിലായിരിക്കും. എന്നുവെച്ചാൽ പ്രസ്തുത പ്രദേശം ഏതാണോ ആ പ്രദേശത്തിന്റെ അധികാരപരിധിയുള്ള കോടതി അല്ലെങ്കിൽ ഈ പറയുന്ന കുറ്റകൃത്യങ്ങൾ നടക്കുന്ന അധികാരപരിധിയുള്ള കോടതികൾ ഏതാണോ അവിടെ വെച്ച് വേണം നമ്മൾ ഈ പറയുന്ന കേസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരണ ചെയ്യാനെന്നാണ് സെക്ഷൻ 181 പ്രതിപാദ്യം. സിമ്പിൾ ആണ്, അതിനകത്ത് വേറെ ഒന്നുമില്ല. ഇനി നമുക്ക് നോക്കാനുള്ള സെക്ഷൻ 183 എന്ന് പറഞ്ഞാൽ എന്താണ് CRPCയിലെ 183? യാത്രയിലോ സമുദ്രയാത്രയിലോ വെച്ച് ചെയ്യുന്ന കുറ്റകൃത്യം. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ ഷാറൂഖ് ഖാന്റെ മകൻ എന്ത് ചെയ്യുന്നു, സമുദ്രയാത്രയിൽ വെച്ചിട്ട് ഡ്രഗ്സിന്റെ കേസൊക്കെ വന്ന് പിടിയിലായ എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആ ഒരു എക്സാമ്പിൾ വെച്ച് ഞാനത് പറഞ്ഞുതരാം. ഒരു സമുദ്രയാത്രയിലോ പ്രാദേശിക യാത്രയിലോ ചെയ്യുന്ന കുറ്റമാണ്. അത് ചെയ്യുന്നയാളോ ഏത് വ്യക്തിക്കാരനാണോ ഏത് വ്യക്തിക്കെതിരെയാണോ ഈ പറയുന്ന കുറ്റകൃത്യം ചെയ്യുന്നത് ആ വ്യക്തിയോ ഏത് സാധനം സംബന്ധിച്ചിട്ടുള്ള കുറ്റമാണോ ആ സാധനമോ കടന്നു പോകുന്ന പ്രദേശത്തുള്ള കോടതിക്ക് അന്വേഷണം വിചാരണ ചെയ്യാനുള്ള അധികാരമുണ്ടെന്നാണ് പറയുന്നത്.
ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഷാറൂഖ് ഖാന്റെ മോന്റെ കേസ് തന്നെ എടുക്കാം. പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലെ നമ്മുടെ കേരളത്തിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത് എന്ന് വെക്കുക. അപ്പൊ കേരളത്തിൽ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് ഇവിടെ എത്തുകയാണ്. ഓക്കെ, അപ്പൊ കേരളത്തിൽ നിന്ന് യാത്ര ചെയ്ത് ഈ ഒരു ലൊക്കാലിറ്റിയിൽ എത്തുകയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന മേഖലയിൽ നിന്ന് യാത്ര ചെയ്ത് കേരളത്തിലോട്ട് എത്തുകയാണ്. അപ്പൊ എന്ത് ചെയ്യാം, പുള്ളിക്കാരൻ നമ്മുടെ മഹാരാഷ്ട്രയിൽ നിന്നാണ് ഇപ്പൊ യാത്ര ചെയ്ത് തുടങ്ങിയെന്ന് വെക്കുക. മഹാരാഷ്ട്രയിൽ നിന്ന് യാത്ര ചെയ്ത് തുടങ്ങിയിട്ട് കേരളത്തിന്റെ ബോർഡറിൽ വെച്ചാണ് ഷാറൂഖ് ഖാന്റെ മോനെ ഇപ്പൊ പോലീസ് പിടിക്കുന്നതെന്ന് വെക്കുക, എന്താണ് കോസ്റ്റൽ ഗാർഡ് പിടിക്കുന്നതെന്ന് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷാറൂഖ് ഖാന്റെ മോനെ വിചാരണ ചെയ്യുന്നത് മഹാരാഷ്ട്ര കോടതിയിലായിരിക്കത്തില്ല. എവിടെയായിരിക്കും, കേരളത്തിന്റെ അതിർത്തിയിലാണ്, അല്ലെങ്കിൽ കേരളത്തിന്റെ പ്രാദേശിക മേഖലയിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും പുള്ളിക്കാരനെ കേരള ഹൈക്കോടതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഹാജരാക്കുന്നതും ബാക്കിയുള്ള ട്രയൽ നടത്തുന്നത് കേരള ഹൈക്കോടതിയിൽ ആയിരിക്കും. അതാണ് പറയുന്നത് സെക്ഷൻ 183 യാത്രയിലോ സമുദ്രയാത്രയിലോ വെച്ച് ചെയ്യുന്ന കുറ്റകൃത്യം, ഏതെങ്കിലും സബ്സ്റ്റൻസ് അബ്യൂസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറയുന്ന എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാധനമോ അല്ലെങ്കിൽ ആ ഒരു പറയുന്ന പ്രസ്തുത വ്യക്തിയെയോ വിചാരണ ചെയ്യുകയോ അന്വേഷണം നടത്തുകയോ ചെയ്യുന്നത് ഏത് മേഖലയിൽ വെച്ചാണോ ഈ പറയുന്ന കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് പ്രസ്തുത മേഖലയിലായിരിക്കുമെന്നാണ് സെക്ഷൻ 183 പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ആകുമ്പോഴത്തേക്കും നമ്മുടെ CRPC എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ആവുന്നു. നമ്മൾ ഇന്ന് പറഞ്ഞ പോയിന്റുകളെല്ലാം ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് റിവൈസ് ചെയ്യുകയാണ്. എല്ലാവരും വളരെ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞത് സെക്ഷൻ ഏതാണ്, സെക്ഷൻ 154 എന്ന് പറഞ്ഞാൽ എന്താണ് കൊഗ്നിസിബിൾ കേസുകളുടെ വിവരമാണെന്നുണ്ടെങ്കിൽ അത് സെക്ഷൻ 184 ആണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞ എന്താണ്, സെക്ഷൻ 185. അതിനകത്ത് എന്താണ് പറയുന്നത്, നോൺ കൊഗ്നിസിബിൾ കേസുകളുടെ വിവരവും അതിന്റെ അന്വേഷണത്തെയും കുറിച്ച് എന്ത് ചെയ്യുന്നു, 185 പ്രതിപാദിക്കുന്നു. അടുത്ത 156 എന്താണ് പറയുന്നത്, കൊഗ്നിസിബിൾ കേസുകളിൽ അന്വേഷണം നടത്താനുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ അധികാരം. കൊഗ്നിസിബിൾ കേസുകളിൽ അന്വേഷണം നടത്താനുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ എന്താണ് അദ്ദേഹത്തിന്റെ അധികാരത്തെ കുറിച്ച് 156 പറയുന്നു. 57 നമ്മൾ എന്ത് പറയുന്നു, അന്വേഷണം നടത്താനുള്ള നടപടിക്രമം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രൊസീജിയർ ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് സെക്ഷൻ 157 ആണ്. അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു, 160 എന്താണ്, സാക്ഷികൾ ഹാജരാകണമെന്ന് ആവശ്യപ്പെടാനുള്ള പോലീസിന്റെ അധികാരമായതാണ് 160 ആണ്. അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു, സാക്ഷികൾ ഹാജരാക്കി കഴിഞ്ഞാൽ അടുത്ത് പറയുന്നത് സാക്ഷികൾ വിസ്തരിക്കുക, അവരെ വിസ്തരിക്കുന്നതിനെ കുറിച്ച് 161 പറയുന്നു. അതിനുശേഷം നമ്മൾ 164 പറഞ്ഞു, എന്താണ്, കുറ്റസമ്മതങ്ങളും സ്റ്റേറ്റ്മെന്റുകളും റെക്കോർഡാക്കുന്നതിനെ കുറിച്ച് 164 പറഞ്ഞു. അതിനുശേഷം 164 ശേഷം നമ്മൾ പറഞ്ഞ ഏതാണ്, 174 ആണ് പറഞ്ഞത്. 174 എന്താണ് പറഞ്ഞത്, ഈ പറയുന്ന ആത്മഹത്യയും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും അതിന്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് പറയുന്നത് 174 177 പറയുന്നത് അന്വേഷണ വിചാരണയ്ക്കുള്ള സാധാരണ സ്ഥലമാണെങ്കിൽ അത് 177, അന്വേഷണ വിചാരണയ്ക്കുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നോർമൽ പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ അത് 178. പിന്നെ പറഞ്ഞ ഏതാണ്, 179 എന്താണ്, കുറ്റകൃത്യം ചെയ്യുന്നതോ അനന്തരഫലം ഉണ്ടാകുന്നതോ സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം, കുറ്റവിചാരണ നടത്താമെന്ന് പറയുന്ന 179 ആണ് നമ്മൾ പറഞ്ഞു. പിന്നെ പറഞ്ഞ 180 ആണ്. 80 എന്താണ് പറഞ്ഞത്, കൃത്യം മറ്റൊരു കുറ്റകൃത്യവുമായിട്ടുള്ള ബന്ധം കാരണം കുറ്റമാകുന്നത്. ഒരു കുറ്റകൃത്യം എന്ത് ചെയ്യുന്നു, മറ്റൊരു കൃത്യവുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ അത് കുറ്റകരമായിട്ട് മാറുന്നു എന്നുണ്ടെങ്കിൽ അത് വിചാരണ ചെയ്യുന്നതിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു, 180 പറയുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാണ്, സെക്ഷൻ 181 ആണ് അല്ലെ. 181 നമ്മൾ എന്താണ് പറഞ്ഞത്, ചില കുറ്റകൃത്യങ്ങളുടെ വിചാരണയ്ക്കുള്ള സ്ഥലം. ആ കുറ്റകൃത്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ഓർമ്മയുണ്ടല്ലോ. ചില പ്രസ്തുത കേസുകൾ വിചാരണ ചെയ്യുന്നത് ഈ പറയുന്ന കേസുകൾ നടന്ന സ്ഥലത്തായിരിക്കും എന്നാണ് എന്ത് ചെയ്യുന്നത് 181 പറയുന്നത്. 83 അവസാനത്തെ സെക്ഷൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് യാത്രയിലോ സമുദ്രയാത്രയിലോ വെച്ച് ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ചാണ് സെക്ഷൻ 183 പ്രതിപാദിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കിയേക്കുക. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി, വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മുടെ കോഴ്സിലേക്ക്, നമ്മുടെ CPO അതുപോലെ തന്നെ WCPO കോഴ്സിലേക്ക് ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നല്ലപോലെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേയ്മെന്റ് ഫീ എന്ന് പറയുന്നത് 500 രൂപയാണ്. പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, 9961169272. ഈ നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുക. പേയ്മെന്റ് ചെയ്ത് ഇതേ നമ്പറിലേക്ക് എന്ത് ചെയ്യുക, പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് വാട്സാപ്പിൽ അയച്ചു തരിക. ഇത് സെയിം നമ്പർ തന്നെയാണ് വാട്സാപ്പ് നമ്പറും. ഈ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സാപ്പിൽ പേയ്മെന്റ് സ്ക്രീൻഷോട്ട് അയക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അതേ ദിവസം തന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ എന്തായാലും ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ കമന്റുകളായിട്ട് പ്രതീക്ഷിക്കുന്നു, കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും ഈ പറയുന്ന വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.